ഹലോ നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മൈസൂരിലെ കൂർഗിനടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തിലെ കർഷകനായ മൈക്കിൾ തിത്തിരി അവർകളെയാണ്. അദ്ദേഹം ഒരു സത്യാന്വേഷകനും അതിൻ്റെ ഭാഗമായി ആത്മീയതയിലെ ചില ശാസ്ത്രീയ സത്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചറിയുകയും അദ്ദേഹം മനസ്സിലാക്കിയ ആത്മീയതയിൽ അദ്ദേഹം ജീവിക്കുകയും അതിനോടൊപ്പം തന്നെ അദ്ദേഹം 4 പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തു. ദൈവവിശ്വാസികൾക്കും ദൈവ അന്വേഷികർക്കും വ്യക്തമായ ശാസ്ത്രീയ തെളിവുകൾ നൽകുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പുസ്തകമായ ഗോഡ് ദാറ്റ് യു ആർ എന്ന പുസ്തകം. ഉപനിഷത്തുകളിൽ ഒരു മനുഷ്യൻ അത്യാവശ്യം അറിയേണ്ട ശാസ്ത്രീയ തെളിവുകളെക്കുറിച്ചും യുക്തിവാദികൾക്കും വളരെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനും കഴിയുന്ന ഒരു പുസ്തകമാണത്. ഇന്ന് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ആശയങ്ങളെ ശ്രവിക്കുകയും ചെയ്യാം. നമസ്കാരം മൈക്കിൾ ജി. നമസ്കാരം. ഓക്കെ, അങ്ങയെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് മൈക്കിൾ തിത്തിരി എന്നാണ് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. കാരണം തിത്തിരി മഹർഷിയുടെ പുനർജന്മമെന്ന് ഞാൻ അവകാശപ്പെടുന്നു. അങ്ങനെ അവകാശപ്പെടാനുള്ള റീസൺ? ഞാൻ ജനിച്ചു വളർന്നത് വയലാർ, ചേർത്തല, ആലപ്പുഴ ഡിസ്ട്രിക്ട്, കേരളയിലാണ്. ഓക്കെ, തിത്തിരി മഹർഷിയുടെ പുനർജന്മമാണെന്ന് അങ്ങ് പറഞ്ഞിരുന്നല്ലോ. അത് പറഞ്ഞ് തെളിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബുക്ക് വായിച്ചാലേ അത് തെളിയുള്ളൂ. കാരണം അതിനകത്തുണ്ട് അങ്ങനെ ഒരു മഹർഷിയുടെ ഇതല്ലാതെ ഇങ്ങനൊരു ബുക്കിലേക്ക് വരാനായിട്ട് എനിക്ക് പറ്റിയില്ല. അങ്ങനെ വന്നത് തന്നെ ആ ഒരു ഇതാണ് അങ്ങയുടെ ബുക്ക് അല്ലേ? ഗോഡ് ദാറ്റ് യു ആർ. യെസ്. ഓക്കെ, ഇതങ്ങ് എഴുതിയിട്ട് ഇപ്പം എഴുതിയതേ ഉള്ളൂ? ഇല്ല, ഇത് 2-3 വർഷം ഇതിൻ്റെ വർക്ക്. മലയാളത്തിൽ എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷിലേക്ക്. ഇത് എൻ്റെ 4ാമത്തെ ബുക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അങ്ങ് പുനർജന്മത്തെക്കുറിച്ചും ഒന്നും പറയുന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല? ഒന്നുമില്ല. എൻ്റെ ഇങ്ങനെ ഒരു ആശയങ്ങൾ എനിക്ക് തെളിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഋഷിയുടെ പുനർജന്മം അല്ലെങ്കിൽ സാധിക്കില്ലെന്നാണ് എനിക്കിപ്പോഴും വിശ്വാസം. അങ്ങനെ അങ്ങയുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തിത്തിരി എന്നുള്ള പേര് അങ്ങനെ റീബർത്ത് എന്ന് കൊടുക്കാൻ കാരണം. ഓക്കെ, പുതിയ യുഗം എന്നുള്ളത് കൊണ്ട് അങ്ങയുടെ ആശയം എന്താണ്? പുതിയ യുഗം എന്ന് പറഞ്ഞാൽ അതായത് ഭഗവത്ഗീതയിലൊരു ശ്ലോകമുണ്ടല്ലോ, പരിത്രാണായ സാധൂനാം വിനാശയ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അത് ഏതാണ്ട് അടുത്തിരിക്കുക. അതുകൊണ്ടാണ് പുതിയ യുഗത്തെ പറ്റിയുള്ള കാര്യം പറയാൻ കാരണം. കാര്യം വേദാന്തത്തിൽ മനുഷ്യനെ പറ്റിയും ദൈവത്തെ പറ്റിയും പ്രകൃതിയുടെ ഇതുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കൃത്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സയൻസ് ഇന്നത്തെ ജനങ്ങൾക്ക് അറിയാൻ മേല. പണ്ഡിതർക്കോ ശാസ്ത്രജ്ഞർക്കോ അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഈ വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വിഷനാണ്. ഇത് വേദാന്തത്തിലുള്ളതാണ്, പക്ഷേ ഈ രീതിയിൽ സയൻസ് അങ്ങനെയാണെന്ന് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, പണ്ഡിതർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പണ്ഡിതരും ഈ വേദാന്തത്തെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇന്നർ വിഷൻ, സയൻറ്റിഫിക് വിഷൻ എന്താണെന്ന് പണ്ഡിതർക്കും മനസ്സിലായിട്ടില്ലെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ പുതിയൊരു വിഷനാണ് കൊടുക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ അത് ശാസ്ത്ര മേഖല എങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക? അത് നമുക്കറിയേണ്ട കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കിയ കാര്യം നമ്മൾ പറയാമെന്നുള്ളതേ ഉള്ളൂ. ശാസ്ത്രജ്ഞന്മാർക്ക് ഈ ആശയങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇതുണ്ടല്ലോ, ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്കാണേലും പണ്ഡിതർക്കാണേലും 10 വർഷം വേണ്ടി വരും. അല്ലാതെ മനസ്സിലാകില്ല പെട്ടെന്ന്. അവരൊന്ന് അംഗീകരിക്കാനായിട്ട് ഈ പറഞ്ഞ സമയം എടുക്കും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എന്താണ് മനുഷ്യനിലെ ആത്മീയ സമവാക്യം എന്ന് പറയുന്നത്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസെപ്റ്റാണ്, മതങ്ങളുടെ കോൺസെപ്റ്റാണ്. പക്ഷേ ദൈവം എന്ന് പറഞ്ഞൊരു വസ്തുവോ ഒരു ക്രിയേറ്ററോ ഒരു മനുഷ്യനോ ഒരു ജീവിയോ അങ്ങനെ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ അത് എനർജിയാണ്, പ്യുവർ എനർജിയാണ്. ആ എനർജി കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അത് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതല്ല, ഋഷികൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ സയൻറ്റിഫിക്കായിട്ട് വെളിപ്പെടുത്തുന്നതേ ഉള്ളൂ. അതാണ് ആത്മീയതയെ പറ്റി എനിക്ക്. ഓക്കെ, അപ്പോൾ ഈ ബുക്കിനകത്ത് പറയുന്നത് ദൈവം ആരാണെന്നും അതും അതിൻ്റെ ഒപ്പം ശാസ്ത്രീയമായിട്ട് അതിനെ തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ദൈവം എന്താണെന്നാണ് പറയുന്നത്? അത് എന്താണെന്ന് വെച്ചാൽ ദൈവം ഇറ്റ്സ് എൻ എനർജി, പ്യുവർ എനർജിയാണ്. ആ എനർജിയുടെ പ്രവർത്തനമാണ് എല്ലാം.
പ്രപഞ്ചത്തിൽ ആ എനർജിയിലാണ് എല്ലാം നടക്കുന്നത്. അതെന്താണെന്ന്, എവിടെയാണ് ഇരിക്കുന്നതെന്ന്, മനുഷ്യനെ എങ്ങനെ എവിടെ പ്രവർത്തിക്കുന്നു, അതിൽ മനുഷ്യനെ ആത്മീയതയിലേക്ക് ആത്മജ്ഞാനത്തിലേക്ക് എങ്ങനെ മനുഷ്യന് എത്തിച്ചേരാൻ പറ്റുമെന്നൊക്കെയാണ് ഇതിൻ്റെ സബ്ജക്റ്റ്. അതെല്ലാം ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഉപനിഷത്ത്? ഉപനിഷത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, നീ എന്ന് പറഞ്ഞാൽ താഴെ, സത്ത് എന്ന് പറഞ്ഞാൽ 3 അർത്ഥങ്ങളുണ്ട് സത്തിന്. വിശരണം, നശിപ്പിക്കുക, നയിക്കുക, കൊണ്ടുപോവുക, 2ാമത്തെ അർത്ഥം നയിക്കുക, കൊണ്ടുപോവുക, 4ാമത്തേത് എത്തിച്ചേരുക, അങ്ങനെ അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെ 3 ഇതുണ്ട് അതിന്. അതുപോലെ 3 ശബ്ദങ്ങളുണ്ട്. അപ്പോൾ ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് ഇരിക്കുക എന്നുള്ളതല്ല. ഈ ഇപ്പോഴത്തെ പണ്ഡിതന്മാരും എല്ലാവരും അതിനെപ്പറ്റി പറയുന്നത് അടുത്തിരിക്കുന്നവർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട വിദ്യയാണ് ഉപനിഷത്ത് എന്നാണ് പറയുന്നത്. അടുത്തിരിക്കുന്നവർക്കല്ല, അറിവിൽ അടുത്തുള്ളവർക്ക്. എന്നാൽ അറിവിൽ അവർ താഴെയാണ്. അപ്പോൾ ഇവരുടെ താഴ്ചയെ നശിപ്പിക്കണം. എന്തിൻ്റെ? അറിവിൻ്റെ താഴ്ചയെ. ശിഷ്യനുള്ള അറിവിൻ്റെ താഴ്ചയെ നശിപ്പിച്ചു കഴിയുമ്പോൾ അറിവിൽ അവൻ ഉയരങ്ങളിലേക്ക് വരുമല്ലോ. അത് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവ് പകർന്നു കൊടുത്ത് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഗുരുവിൻ്റെ അറിവിലേക്ക് അവൻ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരാൻ, ഗുരുവിൻ്റെ അറിവിലേക്ക് എത്തിച്ചേരാനായിട്ട് ഉപദേശിച്ചു കൊടുക്കേണ്ട തത്വങ്ങളും ആ വിദ്യയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അല്ലാതെ അടുത്തിരുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല. അറിവിൽ അടുത്തിരിക്കുന്നവർക്ക് അവരുടെ അറിവിൽ താഴെയാണവർ. ആ താഴെയുള്ളവരുടെ താഴ്ചയെ നശിപ്പിച്ച് ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ പൂർണ്ണമായ അർത്ഥം. അല്ലാതെ വേറെ അർത്ഥമില്ല. ഇത്രയും കൃത്യമായൊരർത്ഥം പണ്ഡിതന്മാർക്ക് പോലും അറിയാൻ മേലെ അവർ പറഞ്ഞിട്ടില്ലെന്നുള്ളത്. ശ്രീ ശങ്കരാചാര്യ ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ശ്രീ ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത് അവിദ്യയെ നശിപ്പിച്ച് വിദ്യ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള വിദ്യ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത്രയും ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സത്യം? സത്യം എന്നുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സത്താണ്. സത്ത്. ഈ പ്രപഞ്ചത്തിൻ്റെ സത്തെന്ന് പറയുന്നത് ചിത്താണ്. ചിത്ത് അത് ആനന്ദമാണ്. ആനന്ദം. അപ്പോൾ സച്ചിദാനന്ദ് അതാണ് പ്രപഞ്ചത്തിൻ്റെ സത്യം. ആനന്ദമാണ് സത്യം. ആനന്ദമല്ല സത്യം. ഇത് 3. ഇത് ചിത്താണ്. സത്ത് ചിത്താണ്. പറഞ്ഞു വരട്ടെ. സത് ചിത്താണ്. ചിത്തെന്ന് പറയുന്നത് ആനന്ദമാണ്. അതെങ്ങനെയാണ് ആനന്ദമാകുന്നത് എന്താണെന്ന് പറഞ്ഞു തരാം. ഈ ചിത്തെന്ന് പറയുന്നത് ഓസിലേറ്റിംഗ് എനർജിയാണ്. ഒരു ആറ്റത്തിൽ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ടല്ലോ. ഈ ന്യൂട്രോണിനും പ്രോട്ടോണിനെയും അതിനെ ഒരുമിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ശക്തി അതിൻ്റെ ഉള്ളിൽ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓസിലേറ്റിംഗ് എനർജിയാണ് ചിത്ത്. അത് ഇന്നത്തെ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് ഹിഗ്സ് ബോസോൺ എന്നാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ശക്തി അവിടെ ചലിക്കുന്നുണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മഹർഷികൾ 10,000 വർഷങ്ങൾക്ക് മുമ്പേ ഈ സച്ചിത്ത് ആനന്ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിത്തെന്ന് പറഞ്ഞത് ഈ ന്യൂട്രോണിനും പ്രോട്ടോണിനും നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. ആ ചലനത്തിൻ്റെ സ്പീഡ് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് 1 സെക്കൻഡിൽ കോടിയുടെ അടുത്ത്, കോടിക്ക് മേലുണ്ടെന്നാണ് പറയുന്നത്. 1 സെക്കൻഡിൽ അത്രയും ഹൈ സ്പീഡിൽ ആ എനർജി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഓസിലേറ്റിംഗ്. അത് അറിവാണ്. എങ്ങനെയാണത് അറിവാണെന്ന് വെച്ചാൽ, ഓസിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പം ന്യൂട്രോണിനും പ്രോട്ടോണിനും അങ്ങനെ മൊത്തം അത് മാറിക്കൊണ്ട് അതിനെ ടച്ച് ചെയ്ത് അറിഞ്ഞുകൊണ്ട് സ്പർശിച്ച് അറിവായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ എനർജിയാണ് അറിവ്. അത് കോൺഷ്യസ് ആണ്. പ്രപഞ്ചത്തിൻ്റെ കോൺഷ്യസ് അതാണ്. അതിനുള്ളിൽ ചലിച്ച് അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറം ഇപ്പുറം എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക. സെക്കൻഡിൽ കോടിയാണ് അതിൻ്റെ ചലന വേഗതയെന്ന് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ആ ചലന വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ എനർജിയാണ് ചിത്ത്. അത് അറിവാണ്. ആ അറിവ് ചിത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് ആനന്ദമാണ്. അതിൻ്റെ ആനന്ദ ചലനമാണത്. ആ ആനന്ദ ചലനത്തെയാണ് ഋഷികൾ പറയുന്നത് ശിവൻ്റെ താണ്ഡവ നൃത്തമെന്ന് പറയുന്നത്. അത്ര ഹൈ സ്പീഡിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ നൃത്തത്തെയാണ് ശിവൻ്റെ താണ്ഡവ നൃത്തമായിട്ട്
പിക്ചറൈസ് ചെയ്തിരിക്കുന്നതും മഹർഷികൾ അതിനെപ്പറ്റി കോൺസെപ്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ശിവൻ്റെ താണ്ഡവനൃത്തം ഇങ്ങനെ ഒരു അറിവാണ്, ഇങ്ങനെ ചിത്താണ്, അങ്ങനെ ഒരു എനർജിയാണെന്നൊക്കെ അന്നത്തെ കാലത്ത് പറയാൻ പറ്റിയല്ല. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഈ ഋഷികളെ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലും. കരിച്ച് അങ്ങോട്ടും അത് കയറിയല്ല, അങ്ങോട്ടും അതെന്തോ വട്ടാണ് ഇവൻ ഇതാണെന്ന് പറയും കാര്യമായിട്ടും. പക്ഷേ ഇന്ന് ശാസ്ത്രം വികസിച്ചിരിക്കുക, ശാസ്ത്രം തന്നെ കണ്ടെത്തി അത് ഇസ്ബോസോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓസിലേറ്റിംഗ് എനർജി അവിടെ ഉണ്ടെന്ന്. അതിനെപ്പറ്റിയാണ് ഈ സത്യം എന്നുദ്ദേശിക്കുന്ന സച്ചിദാനന്ദ്. അത് പ്രപഞ്ചത്തിൻ്റെ എനർജിയാണ്, പ്രപഞ്ചത്തിൻ്റെ സത്താണ്. വേദാന്തം എന്ന് പറയുമ്പോഴത്തേനും എന്താണ് വേദാന്തം ശരിക്കും? വേദാന്തം എന്നത് വേദങ്ങളുടെ അന്തം എന്നായിട്ടാണ് പറയുന്നത്. ഇപ്പോഴുള്ള എല്ലാവരും കോൺസെപ്റ്റ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? വേദങ്ങൾ ഉണ്ടല്ലോ, വേദങ്ങളുടെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള എഴുത്തുകളാണ് വേദാന്തം, അത് ഉപനിഷത്തുകളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ ശരി. വേദാന്തം എന്ന് പറഞ്ഞാൽ വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്, അന്തം എന്ന് പറഞ്ഞാൽ അവസാനമാണ്. അറിവിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ പൂർണ്ണതയാണ്. അപ്പം അറിവിൻ്റെ പൂർണ്ണതയാണ് വേദാന്തം എന്ന വാക്കിൻ്റെ അർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനുഷ്യൻ്റെ ആത്മജ്ഞാനമാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് മനുഷ്യന്. വേദാന്തം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതാണ് ആത്മജ്ഞാനം. ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ പൂർണ്ണതയാണ്. മനുഷ്യൻ ഇരുന്ന സ്ഥലത്തോട് പ്രപഞ്ചത്തിനെ മുഴുവൻ അവനറിയാൻ പറ്റും, തരംഗങ്ങളിൽ കൂടി അറിയാൻ പറ്റും. അങ്ങനെ ഒരു അറിവിൻ്റെ സ്ഥലം മനുഷ്യനുണ്ട്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ ജീവജാലങ്ങളിൽ. അത് ഋഷികൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരത് അനുഭവിച്ചെത്തി അവർ മനസ്സിലാക്കി എഴുതി വെച്ചതാണ് ഈ വേദാന്ത ഉപനിഷത്തുകളിലുള്ള എല്ലാം. അത് സയൻസാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതിൻ്റെ സയൻറ്റിഫിക് വെർഷൻ. ഇപ്പോൾ സച്ചിദാനന്ദം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ചിത്ത് എന്ന് പറയണത് ഇസ്ബോസോൺ ആണെന്നാണ്. അതാണ്, അങ്ങനെയാണ് ഇപ്പോഴേ മനസ്സിലാവുള്ളൂ. അന്ന് മനസ്സിലാകില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പുതിയ യുഗത്തിലേക്ക് പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു അറിവ് പുതിയ യുഗത്തിന് കൊടുക്കുകയാണ്. ഈ ഒരു കാര്യം അവിടെ ഉണ്ട്, അത് ഇങ്ങനെയാണെന്ന് ആ ഒരു വിഷയം മനസ്സിലാക്കാനുള്ള തലത്തിലേക്ക് മനുഷ്യൻ വളരാൻ ഉള്ള സമയം വന്നിരിക്കുക. വേദാന്തം എന്ന് പറയുന്നത് പ്യൂർ സയൻസാന്ന് പറഞ്ഞു. അപ്പം അന്നുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരത് വേദം എന്നുള്ള രീതിയിൽ പോയത്. അതായത് അതിൻ്റെ സയൻറ്റിഫിക് വശങ്ങൾ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട്. ഇന്നായിരുന്നെങ്കിൽ അത് ആ വേദാന്തം എന്നുള്ള ബുക്ക് ആ ഒരു ഇത് മാറിയിട്ട് അതൊരു സയൻറ്റിഫിക് ബുക്കായിട്ട് വന്നു തന്നെ. അപ്പോൾ അങ്ങയുടെ ഈ ബുക്കിനകത്ത് ഇതൊരു കംപ്ലീറ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലാണോ അതോ വേദങ്ങളുമായി മിക്സപ്പ് ആണോ ഇത്? വേദങ്ങളുടെ ഇന്നത്തെ വീക്ഷണത്തിലുള്ള സയൻസിലേക്കാണ് വേദങ്ങൾ ഇന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സയൻസാണ് ഇതിനകത്ത് പറയുന്നത്. അതിൻ്റെ സയൻസാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞല്ലേ ഇത് അത് അന്നത്തെ ഋഷികൾ പറഞ്ഞിരിക്കുന്നതെല്ലാം വേദത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഉപനിഷദമായാണ്. അതായത് അറിവിൽ അടുത്ത് താഴെയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് അവരെഴുതി വച്ചിരിക്കുന്നത്. അറിവില്ലാത്തവർക്ക് മനസ്സിലാകില്ലത്. അതിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഉപനിഷത്തിൻ്റെ സയൻസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മനുഷ്യൻ. അപ്പോൾ അറിവിൽ അടുത്ത് വന്നാലേ അതിലേക്ക് ഉയരാൻ പറ്റുള്ളൂ. അതാണ് ഈ ബുക്കിൽ ഇങ്ങനെ എന്താണ് ഈ തത്വമസി ഈക്വൽ ടു PHC പ്ലസ് ഓസ്കർ. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ലെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ അത് PHC എന്നൊക്കെ പറഞ്ഞാൽ P എന്ന് പറഞ്ഞാൽ പുരുഷൻ, C എന്ന് പറഞ്ഞാൽ സെൻറ്റർ ചക്രായിൽ വരണതാണ്. പുരുഷൻ ചക്രായിൽ വരണം, പ്രാണനുമായിട്ട് ചക്രായിൽ വന്നു കഴിഞ്ഞിട്ട് ആ ചക്രായിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യണം, ഓസിലേറ്റ് ചെയ്ത് പ്രപഞ്ചത്തെ അറിയണ ഒരു സ്റ്റേജ് മനുഷ്യനുണ്ടാവും. അതിനാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അതിനെയാണ് കുണ്ടലിനി ഉണർവ് എന്ന് പറയുന്നത്. പുരുഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ PHC സ്ത്രീകൾ ഉൾപ്പെടുന്ന അല്ലല്ല, അതാണ് വ്യത്യാസം. സ്ത്രീയും പുരുഷനും അല്ല ഇത്. പുരുഷനെന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് പറഞ്ഞ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇത് സച്ചിദാനന്ദ്. മനുഷ്യഗണം അല്ലല്ല, മനുഷ്യഗണം അല്ല, മനുഷ്യനെ പറ്റിയല്ല ഇത് പറയുന്നത്. പുരുഷനെന്ന് പറഞ്ഞാൽ പുരത്തിൽ വസിക്കുന്നവനാണ്. പുരം എന്ന് പറഞ്ഞാൽ ഋഷികൾ പറഞ്ഞിരിക്കുന്നത് പുരത്തിൽ വഹിക്കുന്ന പുരമാകുന്ന ഗുഹയിൽ വസിക്കുന്നവനാണ് പുരുഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഗുഹയെ പറ്റി പറയുമ്പോൾ പണ്ഡിതന്മാരെല്ലാം പറയുന്നത് ഹൃദയ ഗുഹയിലിരിക്കുന്നതാണെന്ന് പറയും.
പക്ഷെ അവിടെയാണ് തെറ്റ്. ഹൃദയ ഗുഹയിലല്ല, രക്തം പമ്പുന്ന ഗുഹയല്ല ആ പുരുഷനിരിക്കുന്ന ഗുഹ. പുരുഷനിരിക്കുന്ന ഗുഹ എന്ന് പറഞ്ഞാൽ പുരമാണ്. പുരമെന്ന് പറഞ്ഞാൽ തലച്ചോറിലെ ന്യൂറോൺ കോശമാണ്. തലച്ചോറിലെ ന്യൂറോൺ കോശത്തിൽ എനർജീസ്, അവിടെ എനർജി ആ എനർജിയെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ആ പുരുഷൻ പുറത്തോട്ട് പ്രവഹിക്കുന്ന കൊണ്ടാണ് മനുഷ്യൻ പ്രവർത്തികൾ ചെയ്യുന്നത്. അപ്പം മനുഷ്യനിലുള്ള പുരം തലച്ചോറിലെ ന്യൂറോൺ കോശങ്ങളാണ്. 80,000 കോടിയിൽ അധികം ന്യൂറോൺ കോശങ്ങൾ ഒരു തലച്ചോറിലുണ്ടെന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പുരത്തിൽ ഉള്ള എനർജി പുറത്തോട്ട് ചലിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത് ഈ ബ്രെയിൻ ഡെഡ് എന്ന് പറഞ്ഞാൽ തന്നെ ബ്രെയിൻ മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ എനർജി പുറത്തേക്ക് വരാൻ ഇല്ലാത്തൊരു സ്റ്റേജ് വരുമ്പോഴാണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. അതാണ്. അപ്പോൾ അവിടെ ആത്മാവ്, അതിനെയാണ് ഈ പുരുഷൻ തന്നെയാണ് ആത്മാവ്. തലച്ചോറിലെ ഈ എനർജി ഇല്ലേ, അത് തന്നെയാണ് ആത്മാവ്, മനുഷ്യനിലുള്ള ആത്മ ഇത്. അതിന് പല തരത്തിലുള്ള ആക്ടിവേഷൻസ് അവിടെ ഉണ്ട്. അതെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ബുക്കിൽ. അങ്ങ് ബൈ ബർത്ത് ക്രിസ്ത്യനാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ക്രിസ്ത്യനായിട്ട് ബൈബിളുമായിട്ടൊക്കെ ഭയങ്കര കണക്റ്റഡായിട്ട് നിന്ന ആളല്ലേ. അപ്പം എങ്ങനെയാണ് അതിൽ നിന്ന് വേദാന്തത്തിലോട്ടോ ഉപനിഷത്തിലോട്ടോ ഒക്കെ ഒരു ഷിഫ്റ്റ് ഉണ്ടായത്? അത് ചെറുപ്പം മുതലേ പള്ളികളിലും വേദപാഠ ക്ലാസ്സുകളിലെല്ലാം എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ വിശ്വസിക്കാൻ പഠിപ്പിക്കുകയാണ്. അത് അറിവല്ല അവരുടെ. അവർ നമ്മളെ വിശ്വസിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. അതെ. ദൈവം പുത്രനെ ക്രൂശിച്ചത് കൊണ്ട് മനുഷ്യരാശി മുഴുവൻ രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്നാണ് നമ്മളെ വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നത്. അത് ഏത് തത്വമാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അന്ന് കൊച്ചിലെ തന്നെ എനിക്കറിയില്ല. ഒരു ദൈവപുത്രനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാശി എങ്ങനെ രക്ഷപ്പെടും, അത് ഏത് തല കൊണ്ട് ചിന്തിച്ചാണ് അവരത് പഠിപ്പിക്കുന്നത് ഇപ്പോഴും എനിക്കറിയാൻ മേല. അതാണ് അന്നും എനിക്കറിയാൻ മേല. അവിടെയാണ് എൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും വിഡ്ഢിത്തരം പറഞ്ഞ് മനുഷ്യനെ ആ ഒരു വിശ്വാസത്തിൻ്റെ സ്വാധീനത്തിൽ നിർത്തിക്കൊണ്ട് എന്തോരം കാര്യങ്ങളാണ് ഇവരെ കൊണ്ട് ഈ അടിമകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. വിശ്വാസികളെന്ന അടിമകളെ കൊണ്ട് ഇവർക്ക് അറിയാൻ മേലെ ഈ ദൈവം എന്താണെന്ന്. അതുകൊണ്ട് അവർ വിശ്വസിക്കാനേ പറയുന്നുള്ളൂ. അവർക്കും അറിയാൻ മേലെ. അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തേനെ. അപ്പോൾ ആ ഒരു അന്വേഷണത്തിൽ കൂടി വന്നപ്പോഴാണ് ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തിലേക്കൊക്കെ ഇങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹം. അതെൻ്റെ അന്വേഷണം, പ്രാന്തമായ അന്വേഷണമായത് എൻ്റെ ജീവിതത്തിൽ. ഈ പുസ്തകം പ്രിൻ്റ് ചെയ്ത് ആ വേർഡുകളെല്ലാം നമ്മൾ ഏതൊക്കെയാലും വന്നിട്ടുണ്ട്, നമ്മളത് ചെയ്തിട്ടുണ്ട്, ലോകത്തോട് പറയാനുള്ള ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ പ്രാന്തമായ അന്വേഷണത്തിന് ഒരു സമാധാനമായത്, ഒന്ന് റിലാക്സ് ആയത്. അതൊക്കെ മുമ്പൊരു പ്രാന്തമായി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എവിടെ നമ്മൾ ഇതായാലും ഈ കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ കൂടുതൽ. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് ഞാൻ ജനിച്ചു വളർന്നതാണ്. അതിൽ നിന്ന് ഈ പൊതുവായ സനാതന ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് വരാൻ കാരണം.